പിന്നെയും അദ്ദേഹം പറഞ്ഞതെന്താന്ന് അദ്ദേഹത്തിന് തന്നെ തിരിഞ്ഞിട്ടില്ല. ആ രൂപത്തിനാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സദസ്സിനോടും മധ്യസ്ഥന്മാരോടും ഞങ്ങൾ പറയുന്ന ആ അവസ്ഥ ഒന്ന് വായിക്കണം, വ്യവസ്ഥ വായിക്കണം. റാസി ഇമാമ് പറഞ്ഞു ഞങ്ങൾക്ക് മുമ്പ് തെളിവുണ്ടാക്കാൻ അതിന്റെ ആവശ്യമില്ല, ഞങ്ങൾ തെളിവ് വേറെ പറയും. ഇൻഷാ അല്ലാഹ് അന്ന് രാത്രി മുഖാമുഖമുണ്ട്, വന്നോളൂ, ലബ്ബദാരിമി ചോദിച്ചോളൂ, ഞങ്ങൾ മറുപടി പറയും. ഇവിടെ നിങ്ങൾക്ക് ചോദിക്കാൻ അവസരമല്ല. അതുകൊണ്ട് മധ്യസ്ഥന്മാരോട് പറയുന്നു, ഇയാൾ ഈ വിഷയം തീരുമാനിച്ചിട്ട് ബാക്കി ആരും. ഇതിൽ എഴുതി വെച്ചതെന്താ അറിയോ? ഒരു വിഷയം ചർച്ച ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത വിഷയം ആരംഭിക്കാവുന്നതാണ്. അതനുസരിച്ച് ഞങ്ങൾ പറയുന്നു, ഇവിടെ ഞങ്ങളുടെ വിഷയം മസ്അലിക മുറാഫഖത്തെയാണ് തുടങ്ങിയത്, അത് തീർന്നിട്ടില്ല, അയാൾ അതിന് മറുപടി പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഇടപെട്ട് അതിന് വേണ്ട തീരുമാനമെടുക്കണം. ഇവിടെ ഉന്നയിച്ച ചോദ്യത്തിന് ലബദാരിമി മറുപടി പറയണമെന്നാണ് ഇപ്പുറത്തുനിന്ന് അപേക്ഷിക്കുന്നത്, മധ്യസ്ഥന്മാരോട് ആവശ്യപ്പെടുന്നത്. അത് മറുപടി ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ ചോദിച്ച ചോദ്യത്തിൽ ഇവിടെ മധ്യസ്ഥന നിലയിലിരുന്ന് എനിക്ക് തോന്നിയ വിഷയം യെസ് ഓർ നോ എന്ന മറുപടി പറയണം എന്നിവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മറുപടിയായി ലബ്ബദാരിമി പറഞ്ഞിരുന്നു, വിശദീകരണം എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട്, ഞാൻ വിശദീകരിക്കും. രണ്ടും സ്വീകാര്യമാണ്. അതുകൊണ്ട് തന്നെ ആദ്യം യെസ് ഓർ നോ എന്ന മറുപടി പറയുകയും യെസ് ഓർ നോ എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായ വിശദീകരണങ്ങൾ ആവുകയും ചെയ്യാം. അങ്ങനെ ആ വിഷയം പൂർത്തിയാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ സുന്നി പക്ഷത്ത് നിന്ന് ചോദിച്ച ചോദ്യം വെച്ചുകൊണ്ട് തന്നെ ബഹുമാന്യനായ ലബ്ബദാരിമി അവർകൾ വളരെ വ്യക്തമായി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ടെന്നാണ് മധ്യസ്ഥനായ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഈ വിഭാഗത്തിന്റെ വാദം തന്നെ മരണപ്പെട്ട ആളുകളോട്, സാധാരണ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിത്യാദി മൺമറഞ്ഞുപോയ മഹാന്മാരോട് പ്രാർത്ഥിക്കാറ് പതിവുണ്ട്. അത് തെറ്റാണ്, അത് ശിർക്കാണ് എന്നുള്ള വാദമാണ് ലബ്ബദാരിമി പ്രസംഗിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അധിഷ്ഠിതമായ മറുപടികളാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ തെളിവിന് മറുപടിയായി ഇബാറത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറയുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ രൂപത്തിൽ തന്നെ തുടരലാണ് അതിന്റെ ശരിയായ രീതി എന്നാണ് മധ്യസ്ഥനായ എനിക്ക് തോന്നുന്നത്. ഈ വിഷയത്തിൽ ലബ്ബദാരിമിക്ക് തീരുമാനമെടുക്കാവുന്നതാണ്. കാരണം ഇവിടെ ബഹുമാന്യ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ മറുപടി ആയിട്ടുണ്ടെങ്കിൽ യെസ് ഓർ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് സൂചിപ്പിക്കാവുന്നതാണ്. ആ നിലയിൽ വിഷയം തുടരാവുന്നത് തന്നെയാണ്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നബിയോട് സ്വർഗം ചോദിക്കാമോ ഇല്ലയോ, യെസ് ഓർ നോ മറുപടി പറയണമെന്നാണ് പറഞ്ഞത്. ലോകത്ത് ഇന്നേ വരെ ഒരു പണ്ഡിതനും ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് സ്വർഗം ചോദിക്കാം എന്ന് പറഞ്ഞിട്ടില്ല. അതാണ് എന്റെ മറുപടി. ചോദ്യം അതല്ല, ചോദ്യം തന്നെ മനസ്സിലായിട്ടില്ല. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന് ഒരു മുസ്ലിമിന് നബിയോട് ചോദിക്കാൻ പറ്റുമോ? അത് ശിർക്കാണോ അല്ലേ? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിലെ ഉന്നത പദവി, സ്വർഗവും പോരെ അതിലപ്പുറവും വേണം എന്ന് നബിയോട് ചോദിക്കുന്നു. ഇത് ഒരു മുസ്ലിം നബിയോട് ചോദിക്കാൻ പറ്റുമോ? അത് ചോദിച്ചാൽ അവൻ മുസ്ലിമാണോ മുശ്രിക്കാണോ? അല്ലെങ്കിൽ അത് പറയാം. അപ്പൊ ഇത് ചോദിക്കാൻ പറ്റുമെങ്കിൽ പറ്റും, പറ്റൂലെങ്കിൽ പറ്റൂല എന്ന് പറയും. ആ മുറാഫഖത്ത് തന്നെ, മുറാഫഖത്ത് പറ്റൂലെന്നും പറയും.